തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇടുക്കി ജില്ലയിലെത്തും. രാവിലെ 10 മണിക്ക് കട്ടപ്പനയിൽ മാധ്യമങ്ങളെ കാണും. 11 മണിക്ക് കട്ടപ്പനയിൽ ഇടുക്കി മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം നീക്കിയ ശേഷം ആദ്യമായാണ് മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുന്നത്. അതിനിടെ ഇന്നലെ കോന്നിയിലെ പ്രചാരണ വേദിയിലെ പ്രസംഗത്തിനിടെ സദസ്സിൽ നിന്നുള്ള ചോദ്യത്തോട് വീട്ടിൽ പോയി ചോദിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയെ എതിർത്തും അനുകൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ച നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഓക്കെ, രാഹുൽ സുരേഷും സായ്കുമാറുമുണ്ട്. ഈ വീഡിയോയുടെ വിശദാംശങ്ങൾക്ക് നമുക്ക് വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചാരണ വിഷയങ്ങളെ കുറിച്ച് അറിയണം. രാഹുലിലേക്കാണ് ആദ്യം പോകുന്നത്. ഗുഡ് മോർണിംഗ് രാഹുൽ. നിറഞ്ഞു നിൽക്കുകയാണ് പ്രചാരണ വേദികളിൽ മുഖ്യമന്ത്രി. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, ശ്രുതി. ഇന്നലെ രാത്രിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കി കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്കാണ് മാധ്യമങ്ങളെ കാണുന്നത്. വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലുമായി ഈ പത്രത്തിൽ BJPയുടെ സീല് വന്ന വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം ഇന്ന് ഉണ്ടാകും. അതിനുശേഷം 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ആദ്യ പരിപാടി നടക്കാൻ പോകുന്നത്. കട്ടപ്പനയിലാണ് ഇടുക്കി മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി നടക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് അടിമാലിയിലാണ് രണ്ടാമത്തെ പരിപാടി നടക്കുന്നത്. ദേവികുളം മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് അടിമാലിയിൽ നടക്കുന്നത്. തുടർന്ന് 4 മണിക്ക് ഉടുമ്പൻചോല മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പര്യടന പരിപാടി നെടുങ്കണ്ടത്തും പീരുമേട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി 5 മണിക്ക് വണ്ടിപ്പെരിയാറിലും നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനം നീക്കിയ ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഇടുക്കി ജില്ലയിൽ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഈ നിർമ്മാണ നിരോധനം നീക്കിയത് എന്നതാണ് UDFന്റെ ആരോപണം. അതുകൂടാതെ നിരവധി പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം തന്നെ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളെല്ലാം പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ LDFന് ജില്ലയിൽ 4 മണ്ഡലങ്ങളിലാണ് 4 മണ്ഡലങ്ങൾ LDFന്റെ കയ്യിലാണ്. അപ്പോൾ കൂടുതൽ തൊടുപുഴ ഉൾപ്പെടെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDFന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൂടുതൽ നേതാക്കൾ ജില്ലയിൽ എത്തുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ കേൾക്കാൻ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തുമെന്നാണ് LDFന്റെ നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ശരി, രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സായ്കുമാർ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സായി, ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ചും UDFന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയുമൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഒരു ചോദ്യം ഉയരുകയും മുഖ്യമന്ത്രിക്ക് നേരെ മുഖ്യമന്ത്രി ഒരു മറുപടി പറയുകയും ചെയ്തു. വലിയ വിവാദത്തിലായിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ ഇപ്പോഴത് വലിയ രീതിയിൽ ചർച്ചയാവുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അത് ആയുധമാക്കി, പ്രതിപക്ഷം അത് ഏറ്റെടുത്ത് ആയുധമാക്കി വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു മറുപടി ആ വിവാദത്തിൽ പ്രതീക്ഷിക്കണോ സായ്കുമാർ? റീജിത്ത്, ഒരുപക്ഷെ ഇന്ന് 10 മണിക്ക് ഇടുക്കിയിൽ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളുള്ളത്. സ്വാഭാവികമായും ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യവുമായി അത് വരികയാണെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി അതിൽ പ്രതികരണം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലെ കോന്നിയിൽ KU ജനീഷ് കുമാറിന് വേണ്ടി മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തിയപ്പോൾ അവിടെ സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സദസ്സിൽ ഒരാൾ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞത്. ഉടനടി തന്നെ മുഖ്യമന്ത്രി മൈക്കിലൂടെ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുകയായിരുന്നു. പ്രസംഗം നിർത്തിയിട്ടില്ല മുഖ്യമന്ത്രി. തുടർന്ന് പറഞ്ഞു വന്ന ഭാഗങ്ങൾ തുടരുകയാണ് ഉണ്ടായത്. ആ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. സ്വാഭാവികമായും സമൂഹ മാധ്യമങ്ങളിൽ അതിനെ എതിർത്തും അനുകൂലിച്ചും വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി സദസ്സിൽ നിന്നൊരാൾ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് CM എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചത്. അപ്പോൾ ആണ് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ അതിന് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന മറുപടി നൽകുകയും ചെയ്തത്. എന്തായാലും ഇത് പുറത്തു വന്നതോടുകൂടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അത് പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കിയിട്ടുണ്ട്. കാരണം G സുധാകരനെ ചെറ്റായെന്ന് ആ ഒരു സംഭവം വലിയ വിവാദമായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് തൊട്ടടുത്ത ദിവസം ഈ ഒരു പരാമർശം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ 2
സംസാരങ്ങൾ ആ രീതിയിൽ അതിരുവിടുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ചർച്ച പ്രതിപക്ഷ സൈബർ ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ അതിനെ ചർച്ച ചെയ്യുന്നു. അതേസമയം മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, അതിനാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് എന്ന രീതിയിലുള്ള പ്രതിരോധം ഇടത് സൈബർ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അത് ചൂടേറിയ ചർച്ചയായി സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ നടക്കുന്നു. സ്വാഭാവികമായും ഇന്ന് ഇടുക്കിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം വന്നാൽ എന്ത് മുഖ്യമന്ത്രി മറുപടി പറയും എന്നുള്ളതും ശ്രദ്ധേയമായിരിക്കും. തീർച്ചയായിട്ടും എന്തായാലും മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്നിപ്പോ 10 മണിക്കാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ നടത്തിയൊരു പ്രതികരണം ശ്രുതി ഓർക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോയെ പോലെയല്ലേ, അങ്ങോട്ടൊന്നും ചോദിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള വിമർശനമൊക്കെ പ്രതിപക്ഷം ശക്തമാക്കുന്ന ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടാകുന്നതാണ്. അത് ഏറ്റെടുക്കുമോ? എന്തായാലും ഏറ്റെടുത്തു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയുമായിട്ടുണ്ട്.